Good morning, all. Today we are going to study a new chapter entitled The End of Living and the Beginning of Survival. The End of Living and the Beginning of Survival. It is a speech delivered by Chief Seattle. Let's introduce the author, Chief Seattle. He was born in 1786, Blake Island, Washington. ചീഫ് സിയാറ്റിൽ ജനിക്കുന്നത് 1786 വാഷിങ്ടണിലെ ബ്ലേക്ക് ഐലൻഡ് എന്ന സ്ഥലത്താണ്. ഹി വാസ് എ പബ്ലിക് ലീഡർ. അദ്ദേഹം ഒരു പബ്ലിക് ലീഡർ ആയിരുന്നു. ഹി വാസ് ദ ചീഫ് ഓഫ് സുക്കാമിഷ് ആൻഡ് ദ ഡുവാമിഷ് ട്രൈബ്സ് ഓഫ് റെഡ് ഇന്ത്യൻസ്. റെഡ് ഇന്ത്യൻസിലെ രണ്ട് ഗോത്രങ്ങളുടെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, സുക്കാമിഷ് ആൻഡ് ദുവാമിഷ്. ഈ രണ്ട് ട്രൈബ്സുകളുടെയും ചീഫായിരുന്നു ഇദ്ദേഹം. ഹി ഏൺഡ് റെപ്യൂട്ടേഷൻ അറ്റ് എ യങ് ഏജ് ആസ് എ ലീഡർ ഓഫ് നേറ്റീവ് അമേരിക്കൻസ് ആൻഡ് എ വാരിയർ ഡിഫീറ്റിംഗ് ഗ്രൂപ്പ്സ് ഓഫ് ട്രൈബൽ എനിമീസ്. യങ് ആയിരുന്ന സമയത്ത് തന്നെ, യുവാവായിരുന്ന സമയം മുതൽ തന്നെ ഇദ്ദേഹം നേറ്റീവ് അമേരിക്കൻസിൻ്റെ ലീഡറും അതോടൊപ്പം തന്നെ അവരുടെ എനിമീസിനെതിരെ, അവരുടെ ശത്രുക്കൾക്കെതിരെ പോരാടുന്ന ഒരു യോദ്ധാവ് കൂടി ആയിരുന്നു. ഹി വാസ് എ നോട്ടഡ് ഒറേറ്റർ ഇൻ ഹിസ് നേറ്റീവ് ലാംഗ്വേജ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ലാംഗ്വേജിലെ ഒരു ഒറേറ്റർ കൂടിയായിരുന്നു, ഒരു പ്രാസംഗികൻ കൂടിയായിരുന്നു അദ്ദേഹം. ദ അമേരിക്കൻ സിറ്റി സിയാറ്റിൽ നെയ്മഡ് ആഫ്റ്റർ ഹിം. അമേരിക്കയിലെ സിറ്റിയായ സിയാറ്റിൽ എന്ന സിറ്റി അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ചീഫ് സിയാറ്റിൽ ഡൈഡ് ഇൻ 1866 പോർട്ട് മാഡിസൺ, വാഷിങ്ടൺ. വാഷിങ്ടണിലെ പോർട്ട് മാഡിസൺ എന്ന സ്ഥലത്ത് 1866 അദ്ദേഹം അന്തരിക്കുന്നത്. The Suquamish tribe honors Chief Seattle in the third week of August every year as Chief Seattle Days. നമ്മൾ പറഞ്ഞു സുക്കാമിഷ് എന്ന ട്രൈബിൻ്റെ ചീഫായിരുന്നു ചീഫ് സിയാറ്റിൽ. ഈ സുക്കാമിഷ് എന്ന ട്രൈബ് ഓഗസ്റ്റിലെ 3rd വീക്ക്, എല്ലാ വർഷവും ഓഗസ്റ്റിലെ 3ാമത്തെ ആഴ്ച ചീഫ് സിയാറ്റിൽ ഡേയ്സ് ആയിട്ട് ആചരിക്കുന്നുണ്ട്. He had the ability to understand the white settlers' real intention for land grab. അതായത് റെഡ് ഇന്ത്യൻസ് ആണ് അവിടുത്തെ നേറ്റീവ്സ്. അവിടേക്ക് വന്ന് സെറ്റിൽ ചെയ്തവരാണ് വൈറ്റ്സ് അവിടെ വന്ന് ഡൊമിനേഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ്. റെഡ് ഇന്ത്യൻസിൻ്റെ നേറ്റീവ് ലാൻഡിലോട്ട് കുടിയേറി വന്ന് അവരെ ഡൊമിനേറ്റ് ചെയ്യാൻ, അവർക്ക് മേൽ ആധിപത്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ വൈറ്റ്സ് എന്ന് പറയുന്നത്, വൈറ്റ് സെറ്റിലേഴ്സ്. ഈ വൈറ്റ് സെറ്റിലേഴ്സ് നേറ്റീവ് പീപ്പിളിൻ്റെ, അതായത് റെഡ് ഇന്ത്യൻസിൻ്റെ ഭൂമി കയ്യേറ്റം ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അത് നമ്മുടെ ചീഫ് സിയാറ്റിൽ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. Next point, Franklin Pierce, 14th President of America, sent a letter demanding the Northwest Territories where the Red Indians live. ഫ്രാങ്ക്ലിൻ പിയേഴ്സ് എന്നത് അമേരിക്കയിലെ 14ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. അയാളൊരു ലെറ്റർ അയക്കുന്നുണ്ട്, നമ്മുടെ ചീഫ് സിയാറ്റിലിനൊരു ലെറ്റർ, ഒരു കത്ത് അയക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് എല്ലാം, ഈ നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസിലാണ് നമ്മുടെ റെഡ് ഇന്ത്യൻസ് ജീവിക്കുന്നത്. ആ ടെറിട്ടറീസ് എല്ലാം അവർക്ക് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, വൈറ്റ് സെറ്റിലേഴ്സിന് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കത്തായിരുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു, റെഡ് ഇന്ത്യൻസിൻ്റെ നേറ്റീവ് ലാൻഡാണ് ഈ നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ്. അത് വൈറ്റ് സെറ്റിലേഴ്സിന് വിട്ടുകൊടുക്കണം എന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻ പിയേഴ്സ് ചീഫ് സെറ്റിലിന് കത്തയക്കുന്നത്. നെക്സ്റ്റ്, Isaac I. Stevens, governor for the state of Washington, held a meeting on 12th March
in 1854 to discuss about the sale of Red Indians' native land to white settlers. ആ സമയത്ത് അവിടുത്തെ ഗവർണറായിരുന്ന, വാഷിങ്ടണിലെ ഗവർണറായിരുന്ന ഇസാക്ക് ഐ സ്റ്റീവൻസ് 1854 മാർച്ച് 12 ഒരു മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്നുണ്ട്. അതായത് റെഡ് ഇന്ത്യൻസിൻ്റെ ലാൻഡ് വൈറ്റ് സെറ്റിലേഴ്സിന് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഹെൽഡ് ചെയ്യുകയാണ് ഇസാക്ക് ഐ സ്റ്റീവൻസ് എന്ന വാഷിങ്ടണിൻ്റെ ഗവർണർ. Chief Seattle delivered this speech on this occasion as a reply against the grabbing of their native land. This speech is entitled as The End of Living and the Beginning of Survival. ഇത്തരത്തിൽ വാഷിങ്ടണിലെ ഗവർണറായ ഇസാക്ക് ഐ സ്റ്റീവൻസ് നേറ്റീവ് പീപ്പിളായ റെഡ് ഇന്ത്യൻസിൻ്റെ ലാൻഡ് വൈറ്റ് സെറ്റിലേഴ്സിന് വിട്ടുകൊടുക്കണം എന്ന് ആ മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ, അവരുടെ ഭൂമി കയ്യേറ്റം ചെയ്യുന്നതിനെതിരെ ചീഫ് സിയാറ്റിൽ ഡെലിവേർഡ് ചെയ്ത ഒരു സ്പീച്ചാണ് ഇത്. അതിനെതിരെ കൊടുത്ത മറുപടിയാണ് നമുക്കിവിടെ പഠിക്കാൻ നൽകിയിട്ടുള്ള ഈ സ്പീച്ച്, ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. സിയാറ്റിൽ സ്പോക്ക് ഇൻ ഹിസ് ലഷൂട്ട്സീഡ് ലാംഗ്വേജ്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്. സിയാറ്റിൽ അദ്ദേഹത്തിൻ്റെ ട്രൈബൽ ലാംഗ്വേജായ ലഷൂട്ട്സീഡ് എന്ന ലാംഗ്വേജിലാണ് ഈ പ്രസംഗം അവതരിപ്പിച്ചത്. പിന്നീട് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പഠിക്കാനുള്ള ഈ സ്പീച്ച്, ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ എന്ന സ്പീച്ച് ചീഫ് സിയാറ്റിൽ റെഡ് ഇന്ത്യൻസിൻ്റെ നേറ്റീവ് ലാൻഡ് വൈറ്റ് സെറ്റിലേഴ്സ് കയ്യേറ്റം ചെയ്യുന്നതിനെതിരെ നടത്തിയിട്ടുള്ളൊരു സ്പീച്ചാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം.